നമസ്കാരം. മലയാളി വാർത്ത ഇൻഡെപ്തിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം ബാലരാമപുരത്തെ 2 വയസ്സുകാരിയുടെ കൊലപാതകം കേരളത്തെ ഒന്നടങ്കം നടുക്കിയിരിക്കുകയാണ്. ഒരു എത്തും പിടിയുമില്ലാത്ത പ്രതി, വളരെ ദുരൂഹതകൾ ഒളിപ്പിച്ച ഒരു പ്രതി, പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന ഒരു പ്രതി. ഹരികുമാർ അക്ഷരാർത്ഥത്തിൽ പോലീസിനെ വട്ടം കറക്കുകയാണ്. ഇയാളുടെ പല രീതികൾ, ഈ ഒരു കുട്ടിയെ കാണാതാകുന്നത് മുതൽ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ ഇരിക്കുന്നത് വരെയുള്ള അയാളുടെ രീതികൾ, വാക്കുകൾ, പ്രവർത്തനങ്ങൾ ഒക്കെ വളരെ നിഗൂഢതകൾ നിറഞ്ഞത് തന്നെയാണ്. എന്തിന് പോലീസ് വരെ പറഞ്ഞിരിക്കുകയാണ് ശ്രീധുവും ഹരികുമാറും വളരെ നിഗൂഢതകൾ നിറഞ്ഞ വ്യക്തികളാണെന്ന്. വാക്കിലും പ്രവൃത്തിയിലും അതുപോലെ തന്നെ ഓരോ പ്രവർത്തന രീതികളിലുമെല്ലാം നിഗൂഢത ഒളിപ്പിച്ച സൈക്കോ കില്ലർ എന്ന് വേണമെങ്കിൽ നമുക്ക് ഇയാളെ വിശേഷിപ്പിക്കാം. ഈ കേസിൽ കുറ്റം സമ്മതിച്ച പ്രതി ഹരികുമാർ പറഞ്ഞ പല കാര്യങ്ങളും പുറത്തു പറയാൻ പോലും കൊള്ളാത്തതാണ് എന്നാണ് തിരുവനന്തപുരം റൂറൽ SP KS സുദർശൻ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞത്. പ്രതി ഹരികുമാറിന് മാനസിക പ്രശ്നങ്ങളുണ്ട് എന്നും പോലീസ് വ്യക്തമാക്കി. ഹരികുമാർ 6-7 വർഷങ്ങളായി മാനസിക രോഗത്തിന് ചികിത്സ തേടുന്നയാളാണ്. പ്രതി കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഈ കേസിന്റെ തുടക്ക ദിവസത്തിൽ പോലീസിനോട് ഇയാൾ പറഞ്ഞത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കുക എന്നായിരുന്നു. പോലീസിനെ വെല്ലുവിളിക്കുന്ന പ്രതിക്ക് മാനസിക സ്ഥിരതയില്ലെന്നും പലതും മാറ്റി പറയുന്നുവെന്നും പോലീസ് വ്യക്തമാക്കി. കേസിൽ കൂടുതൽ വിവരങ്ങൾ കിട്ടേണ്ടതായിട്ടുണ്ട് എന്നും റൂറൽ SP പറഞ്ഞു വെച്ചിട്ടുണ്ട്. പഠിച്ച കള്ളനാണ് പ്രതി എന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് നാട്ടുകാരും പോലീസും ചേർന്ന് ഏറെ നേരം നടത്തിയ തിരച്ചിലാണ് വീട്ടുമുറ്റത്തെ കിണറ്റിൽ കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തിയത്. ഈ കുഞ്ഞിനെ കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞത് ഹരികുമാറാണ്. ഇതേ ഹരികുമാറാണ് പോലീസിനൊപ്പം നാട്ടുകാർക്കൊപ്പം കുഞ്ഞിനെ കണ്ടെത്താൻ ചേർന്നത്. കുഞ്ഞിനെ കണ്ടെത്താനുള്ള വലിയ യജ്ഞത്തിൽ ഇയാളും പങ്കാളിയായി എന്നതും ഏറ്റവും ശ്രദ്ധേയം. പ്രതിയായ താൻ പ്രതിയെന്ന കാര്യം മറച്ചുവെച്ച് നാട്ടുകാർക്കൊപ്പം ചേർന്ന് കുഞ്ഞിനെ കണ്ടെത്താനുള്ള തീവ്ര ശ്രമം, അഭിനയം കലക്കിനെ കാഴ്ചവെച്ചു. വെളുപ്പിന് 5 മണിയോടെയാണ് കുഞ്ഞിനെ എടുത്ത് യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ ഇയാൾ കിണറ്റിലേക്ക് എറിഞ്ഞത് എന്നാണ് ഹരികുമാർ പോലീസിനോട് സമ്മതിച്ചിരിക്കുന്നത്. കുഞ്ഞിനെ തിരയാനും ഹരികുമാർ വേഷം കെട്ടി നിന്നു എന്നതും ശ്രദ്ധേയം. സഹോദരിയോടുള്ള കടുത്ത വിരോധം, സഹോദരിയെ പോലും മറ്റൊരു രീതിയിൽ കണ്ട കൊടും ക്രിമിനൽ. സഹോദരിയോടുള്ള വിരോധമാണ് കുഞ്ഞിന്റെ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. കുഞ്ഞിന് ശ്രദ്ധ നൽകിയതോടെ സഹോദരിക്ക് തന്നോടുള്ള സ്നേഹം കുറഞ്ഞുവെന്ന് പ്രതി ഹരികുമാറിന് തോന്നി. കുഞ്ഞിന്റെ കരച്ചിൽ പോലും അരോചകമായി തോന്നിയ പ്രതി. ഹരികുമാറിന്റെ പരസ്ത്രീ ബന്ധം പലപ്പോഴായി കേട്ടതാണിത്. ഹരികുമാറിന് പല സ്ത്രീകളുമായി ബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സഹോദരി ഈ ഒരു ബന്ധങ്ങളെയൊക്കെ വലിയ രീതിയിൽ വിലക്കുകയുണ്ടായി. ഇതും വൈരാഗ്യത്തിലേക്ക് നയിച്ചു. പ്രതിയെ പിടികൂടിയ ദിവസവും ഭക്ഷണവും വെള്ളവും കഴിക്കാതെ പോലീസിനെ വലിയ രീതിയിൽ ഇയാൾ കുഴപ്പത്തിലാക്കി. മാത്രമല്ല, മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതി എത്തിയപ്പോൾ കണ്ട കാഴ്ചയാണ് പോലീസ് വണ്ടിക്കകത്തിരുന്ന് കരയുന്ന പ്രതി. തൊട്ടടുത്ത മുറികളിലിരുന്ന് വീഡിയോ കോള്. എന്തിനാണ് ഇത് എന്നത് വലിയൊരു ചോദ്യം തന്നെയാണ്. അതായത് സ്വന്തം സഹോദരിയെ അപ്പുറത്തെ മുറിയിൽ കിടന്ന് വീഡിയോ കോൾ വിളിക്കുകയാണ് ഇയാൾ. ഹരികുമാറിന് പലപ്പോഴായി സ്ത്രീകളുമായി വഴിവിട്ട ബന്ധങ്ങൾ ഉണ്ടായിരുന്നു എന്നതും അപ്പോഴേക്ക് അതിൽ നിന്ന് രക്ഷിച്ചത് താനാണെന്നും അത്തരം ബന്ധങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കണമെന്ന് താൻ താക്കീത് നൽകിയിരുന്നുവെന്നും പിന്നീട് തനിക്ക് നേരെ മോശമായ തരത്തിൽ പെരുമാറ്റം ഉണ്ടായി എന്നും ഒരു സഹോദരിയാണ് പറഞ്ഞിരിക്കുന്നത്. എത്രമാത്രം ഒരു മോശം അനുഭവം തന്റെ സഹോദരിൽ നിന്നും അവർ നേരിട്ടിട്ടുണ്ടാകാം എന്നതാണ് ഇവിടെ ഉയരുന്ന വലിയൊരു ചോദ്യം. എന്തായാലും ഹരികുമാർ എന്ന പ്രതി സമീപകാലത്ത് കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും നിഗൂഢത നിറഞ്ഞ, ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന, അല്ലെങ്കിൽ അഭിനയം പഠിച്ച കള്ളൻ, അല്ലെങ്കിൽ എല്ലാം പഠിച്ച ഒരു പ്രതി എന്നൊരു വിശേഷണം ഒക്കെ നമുക്ക് നൽകാവുന്ന ഒരു പ്രതി തന്നെയാണ്. ഇയാളുടെ പ്രവർത്തന രീതികളൊക്കെ, അതായത് പരസ്ത്രീ ബന്ധമുണ്ടാകുന്നു, ഈ കുഞ്ഞിനെ കൊലപ്പെടുത്തിയിട്ട് കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് പിറ്റേന്ന് രാവിലെ നാട്ടുകാർക്കൊപ്പം ചേർന്ന് കുഞ്ഞിനെ അന്വേഷിക്കാൻ ഇറങ്ങുന്നു. മാത്രമല്ല സ്വന്തം സഹോദരിയെ മറ്റൊരു രീതിയിൽ കാണുന്നു. ഇത്തരത്തിൽ ഒരു വല്ലാത്തൊരു പ്രതി തന്നെയാണ് ഹരികുമാർ എന്ന് പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും കൂടുതൽ വിവരങ്ങൾ ഇനിയും അറിയേണ്ടതായിട്ടുണ്ട്. അന്വേഷണം പുരോഗമിക്കുകയാണ്. എന്തായാലും കുഞ്ഞിനെ കൊലപ്പെടുത്തിയതിന് പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടോ എന്നും അന്വേഷിക്കുന്നുണ്ട്. അന്ധവിശ്വാസവുമായി കൊലപാതകത്തിനു ബന്ധമുണ്ടോ എന്നത് സംബന്ധിച്ച് തെളിവുകൾ കിട്ടിയിട്ടില്ല. ജ്യോതിഷിയുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടാണ് ജ്യോതിഷിയുടെ മൊഴി രേഖപ്പെടുത്തിയത്. കേസിൽ നിരവധി കാര്യങ്ങൾ ഇനിയും അന്വേഷിക്കാനുണ്ട്. അത് പൂർത്തിയാവുന്നതിന് മുൻപ് കേസുമായി ബന്ധപ്പെട്ട് നിഗമനത്തിലേക്ക് എത്താൻ സാധിക്കില്ല എന്നതും ശ്രദ്ധേയം. തെളിവുകൾ കണ്ടെത്താനുള്ള ശ്രമം നടക്കുകയാണെന്ന് SP പ്രതികരിച്ചു. കൊല്ലപ്പെട്ട കുഞ്ഞിന്റെ അമ്മ ശ്രീധു ഇതുവരെ കുറ്റവിമുക്ത അല്ല എന്നും പോലീസ് വ്യക്തമാക്കി.
വ്യക്തമാക്കിയിട്ടുണ്ട്. ഹരികുമാറിനെ ചോദ്യം ചെയ്തു വരികയാണെന്നും അന്വേഷണം തുടരുകയാണെന്നും SP പറഞ്ഞു. ഇവരുടെ ഫോണും വാട്സാപ്പ് സന്ദേശങ്ങളും പരിശോധിക്കുമെന്നും SP വ്യക്തമാക്കി. ഇരുവരുടെയും നഷ്ടമായ വാട്സാപ്പ് ചാറ്റുകൾ തിരിച്ചെടുക്കും. മാത്രമല്ല, കുഞ്ഞിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ശ്രീധുവിന് വിവരങ്ങൾ അറിയാമെന്നാണ് നാട്ടുകാരുടെ സംശയം. തനിക്കൊപ്പം കുഞ്ഞു ഉറങ്ങിക്കിടക്കുകയായിരുന്നു എന്നാണ് ശ്രീധു അയൽവാസികളോട് പറഞ്ഞത്. പിന്നാലെ കുഞ്ഞിനായി തിരച്ചിൽ നടക്കുമ്പോഴും ശ്രീധു നിസ്സംഗയായി ഇരിക്കുകയായിരുന്നുവെന്ന് സ്ഥലവാസികൾ പറഞ്ഞു. അത് സംശയമുണ്ടാക്കി. സംഭവ സമയം അമ്മ ശ്രീധു, അച്ഛൻ ശ്രീജിത്ത്, മൂത്തകുട്ടി പൂർണ്ണേന്ദു, അമ്മാവൻ ഹരികുമാർ, അമ്മൂമ്മ ശ്രീകല എന്നിവരായിരുന്നു വീട്ടിൽ ഉണ്ടായത്. മൃതദേഹം കിണറ്റിൽ നിന്ന് പുറത്തെടുത്തപ്പോഴും ശ്രീധുവും സഹോദരൻ ഹരികുമാറും വലിയ ദുഃഖം പ്രകടിപ്പിച്ചില്ല എന്നതും നാട്ടുകാർ നോട്ട് ചെയ്ത ഒരു പോയിന്റാണ്. ഇതാണ് സംശയം ശക്തമാക്കിയതും പോലീസ് വീട്ടുകാരെ എല്ലാം സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാൻ ആ ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ നയിച്ചതും. വീടിനുള്ളിൽ വസ്ത്രങ്ങൾ കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തി. ചോദ്യം ചെയ്യലിൽ ഓരോരുത്തരും പറഞ്ഞ കാര്യങ്ങൾ പരസ്പരം പൊരുത്തപ്പെട്ടില്ല. അതിനിടെയാണ് ഹരികുമാർ കുറ്റസമ്മതവും നടത്തിയത്. കൊലപാതകം സംബന്ധിച്ച് ഊഹാപോഹങ്ങൾ ഏറെയുണ്ടെങ്കിലും എന്തിനാണ് ദാരുണകൃത്യം നടത്തിയത് അതിനെ സംബന്ധിച്ച് ഒരു വ്യക്തത ഇനിയും കിട്ടേണ്ടതായിട്ടുണ്ട് എന്നതും ശ്രദ്ധേയമാണ്. തെളിവുകളുടെ അഭാവം ഈ കേസിൽ വലിയൊരു വെല്ലുവിളി തീർക്കുന്നുണ്ട്. എന്തായാലും പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങാൻ ഒരുങ്ങുകയാണ് പോലീസ്. തിങ്കളാഴ്ചയാകും പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകുക. കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം പ്രതിയെ മാനസികാരോഗ്യ വിദഗ്ധരുടെ സാന്നിധ്യത്തിൽ ചോദ്യം ചെയ്യും. അതേസമയം 36 ലക്ഷം രൂപ കുടുംബത്തിൽ നിന്ന് തട്ടിയെടുത്തുന്ന പരാതിയിൽ ജ്യോതിഷി ദേവിദാസിനെ പോലീസ് കൂടുതൽ ചോദ്യം ചെയ്യും. ഇയാളുടെ പക്കൽ നിന്ന് ഫോൺ പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. ദേവിദാസിന്റെ ബാങ്ക് അക്കൗണ്ടുകളും പരിശോധിക്കും. നിലവിൽ വനിതാ സംരക്ഷണ കേന്ദ്രത്തിലാണ് കുട്ടിയുടെ അമ്മ ശ്രീധു കഴിയുന്നത്. ഇന്നലെ SP നേതൃത്വത്തിൽ ഇവരെ ചോദ്യം ചെയ്തിരുന്നു. എന്തായാലും ഈ ഒരു കൊലപാതകവുമായി ബന്ധപ്പെട്ട് ദുരൂഹത ഇപ്പോഴും ശക്തമായി നിൽക്കുകയാണ്. എന്തായാലും തിരുവനന്തപുരം ബാലരാമപുരത്ത് ഒരു 2 വയസ്സുകാരിയുടെ ക്രൂര കൊലപാതകത്തിലേക്ക് നയിച്ച ഈ സംഭവത്തിന് പിന്നിലുള്ള ഒരുപാട് നിഗൂഢതകൾ ഇനിയും ചുരുളഴിയേണ്ടതായിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. അന്വേഷണം പുരോഗമിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.